ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതായി നമ്മൾ ഊട്ടിയിലോട്ട് പോകുന്ന വീഡിയോ കേട്ടോ. മസനഗുഡി വഴി ഊട്ടിയിലോട്ട് അല്ല കേട്ടോ ഒന്ന് പോകുന്നത്, വേറെ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇന്ന് ഊട്ടിയിലോട്ട് പോകുമ്പോൾ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നിങ്ങൾ എൻ്റെ ചാനലിൽ കണ്ട് വൈറലാക്കി തന്ന എൻ്റെ ഊട്ടിയിലോട്ട് പോകുന്ന വീഡിയോ, എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ അതാട്ടോ. അപ്പോൾ ആ ഒരു പ്ലേസിലോട്ട് തന്നെ കേട്ടോ ഒന്ന് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ റിയാക്ഷനും കൂടെ കാണാം. കാരണം ഞാനൊരു അവിടെ അന്ന് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ പോയിട്ടേ ഇല്ല. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എങ്ങോട്ടാന്നൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ കയ്യിൽ ഫുഡൊക്കെ എടുത്തിട്ട് സാവധാനം നിർത്തി പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ലേറ്റ് ആയിട്ടാട്ടോ എത്തിയത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് മസനഗുഡി വഴി ഊട്ടിയിലോട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. പക്ഷേ നമ്മുടെ ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ അധികവും മലപ്പുറത്തുള്ള ആൾക്കാർ ഈ ഒരു റൂട്ടിലൂടെ ആയിട്ട് അധികം ആൾക്കാരും പോയിട്ടുണ്ടാവുക. പിന്നെ മസനഗുഡി വഴി ഞങ്ങളൊക്കെ കൂടുതലും മൈസൂരിൽ നിന്ന് മസനഗുഡി വഴിയാണ് കയറാറ്. ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഗൂഡല്ലൂർ, അങ്ങനെ ആ വഴിയായിട്ട് പോകുന്നത്. ഗൂഡല്ലൂർ ഊട്ടി ആ വഴിയാണ് പോകുന്നത്. ഞങ്ങൾ മൈസൂരിൽ നിന്ന് വരുന്ന സമയത്താണ് മസനഗുഡി വഴിയൊക്കെ പോകല് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു റൂട്ട്, പിന്നെ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് കുറച്ച് നല്ല വശങ്ങളും ദോഷവശങ്ങളും ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പോകുമ്പം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. ഗൂഡല്ലൂർ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ അടുകാണിച്ചൂരൊക്കെ കയറിയിട്ട് നമ്മൾ ഈ ഗൂഡല്ലൂർക്ക് എത്തുമ്പം തന്നെ വേറൊരു വൈബാല. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പേഴ്സണലി ഈ ഒരു ഗൂഡല്ലൂർ പറഞ്ഞ ടൗൺ ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരു എന്താ പറയുക, എല്ലാ കർണാടകക്കാരും അതുപോലെ മലയാളികളും ഈ നമ്മൾ തമിഴ്നാട് നിന്നുള്ളതും എല്ലാം കൂടി മിക്സ് ആയൊരു സ്ഥലമാണ് ഗൂഡല്ലൂർ. അതുകൊണ്ട് തന്നെ ആ ഒരു മതസൗഹാർദ്ദത്തിലെല്ലാം മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ ഒരു റോഡ് തീരെ, അന്ന് ഞാൻ പോയപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, റോഡ് തീരെ വീതിയില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടോ. നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് പോകുമ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം അതാ. പിന്നെ നമ്മൾ ഇപ്പം ഇങ്ങോട്ട് ഊട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം തന്നെ ആ ഒരു തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാകും കേട്ടോ. കയറി വരുമ്പം തന്നെ നമുക്ക് കാണാമല്ലോ, ഒരു മലയും കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ. പിന്നെ ഞങ്ങൾ കയ്യിൽ ഫുഡൊക്കെ കരുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പതുക്കെ പോയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ലേറ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും രാത്രി കാഴ്ചകളും പകലെങ്ങനെ മനോഹരമാണോ ഊട്ടി കാണാൻ, അതുപോലെ തന്നെ രാത്രി കാഴ്ചകളും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇതിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മസനഗുഡി വഴി പോകുമ്പോൾ ഊട്ടിയിലോട്ടുള്ള കാഴ്ചകൾ എത്ര തന്നെ ഭംഗിയാണോ അത്ര തന്നെ ഈ ഒരു വഴിയിലൂടെയും ഭംഗിയുണ്ട് കേട്ടോ. ഓരോ റൂട്ടിനും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ മസനഗുഡി വഴി പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല കണ്ടീഷൻ ആയിരിക്കണം വണ്ടി, പിന്നെ അതുപോലെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയ ഡ്രൈവറും ആവണം. ഞങ്ങൾ പോകുന്ന ടൈമിൽ തന്നെ ആദ്യമേ ഞങ്ങൾ പോകുമ്പോഴും ഈ ഓരോ നമ്മളെ ഹെയർ പിൻ ബെൻഡും വരുമ്പോഴും ചില വണ്ടികൾ ബ്രേക്ക് കിട്ടാണ്ട് ബാക്കോട്ട് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഭയങ്കര കൂടുതലാണ് ആ റൂട്ടിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. തിരിച്ചു വരുമ്പോൾ നമ്മൾ കൂടുതലൊരു വഴിയല്ലേ ഇറങ്ങി വരിക. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ആദ്യം അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും പറ്റിയിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ ഇല്ലാത്തത് ആക്സിഡൻറ്റ് കൂടിയോണ്ട് അവരെന്നെ ഇല്ലാതാക്കി. ആ റൂട്ട് തിരിച്ച് നമുക്ക് ആ വഴിക്ക് പോരാൻ പറ്റാതെ ആക്കിയതാട്ടോ. പിന്നെ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഗൂഡല്ലൂർ വഴി പോകുമ്പോൾ ആദ്യമൊക്കെ നല്ല റോഡുകളാണ്. പക്ഷേ നമ്മൾ ആ പൈൻ ഫോറസ്റ്റ് അവർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ റോഡ് ഭയങ്കര മോശമാട്ടോ. റോഡ് ഭയങ്കര കുണ്ടും കുഴിയായിട്ട് ഈ ഒരു റൂട്ടിൽ വരേണ്ടിയില്ലായിരുന്നു തോന്നിപ്പോകും കേട്ടോ. ഈ ഒരു ഗൂഡല്ലൂർ വഴി ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, നല്ല റോഡുകളായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഈ ഒരു വഴി എനിക്ക് തോന്നിയിട്ടുള്ളൂ. രണ്ട് റൂട്ടും അതിൻ്റേതായ ഒരു മനോഹരമായിട്ടുള്ള റൂട്ടുകളാട്ടോ. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. പിന്നെ ഞങ്ങൾ യാത്ര തുടരുക കേട്ടോ. അപ്പോൾ ഞാൻ ഊട്ടിയിൽ നിന്ന് നേരത്തെ ഒരു വീഡിയോ ഇട്ടത് ഊട്ടി ഗസ്റ്റ് ഹൗസിൻ്റെ കോപ്പറേറ്റീവ് ഗസ്റ്റ് ഹൗസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നല്ല വ്യൂ കിട്ടിയൊരു വീഡിയോ കേട്ടോ അത്. ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ട് റൂമിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, അവിടെ നിന്നിട്ടില്ല. ഇങ്ങനെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ ഒരുപാട് ആൾക്കാർ താങ്ക്സ് പറഞ്ഞിട്ട്. കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഭയങ്കര
5 സ്റ്റാർ അല്ല ഞാൻ പറയുന്നത്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയൊരു റൂമുകളാട്ടോ. കാരണം ഊട്ടിയിൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളമാണ് റൂമുകൾ കിട്ടുക, എത്രത്തോളം റേറ്റ് പറയാമെന്നൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ഒരു 1000 ആ ഒരു റേഞ്ചിലായിട്ടുണ്ട്. ആദ്യം ഞാൻ പോകുന്ന സമയത്ത് 825 ആയിരുന്നു കേട്ടോ റൂമിനെല്ലാം റേറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള റൂമിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറവ് തന്നെയാണ് കേട്ടോ, നല്ല കുറവാണ്. ഊട്ടിയിൽ ആ ഒരു റേഞ്ചിന് റൂം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് തന്നെ കേട്ടോ ഞാൻ പോകുന്നത്. അവർക്ക് ഇത് ഞാൻ ജസ്റ്റ് നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം അവർ ഗവൺമെൻറ് എംപ്ലോയീസാണ്. അവർക്ക് ഇങ്ങനെ ആളെ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളൊരു വീഡിയോ ഇടാനൊന്നും അവർ പറഞ്ഞിട്ടൊന്നുമില്ല. അവരിട്ടതും അറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അവരറിഞ്ഞത് ഞാനാണ് ഇട്ടതെന്ന്. പക്ഷെ അവർക്കത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് റൂമിന്. അപ്പോൾ റൂമില്ലാത്ത സമയത്ത് ഇല്ല എന്നൊരു പറയുന്നുണ്ട്. ചില ആൾക്കാർ നേരിട്ട് ചെല്ലുന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർ പറഞ്ഞു. നേരത്തെ ഒന്ന് വിളിച്ചിട്ട് പോവുകയാണെങ്കിൽ റൂം എന്തായാലും അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഞാനൊരു ഇട്ട വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, എപ്പോഴാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ, ഞാൻ അങ്ങോട്ട് കയറാൻ പോവാണ് ഇപ്പോൾ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇതിൻ്റെ അടുത്ത് ഫുഡ് ഉണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങോട്ട് കയറുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടില്ല, അത് ഫുഡിൻ്റെ ആ ഒരു ഏരിയ കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന റോഡിൽ ഫുള്ള് ഫുഡിൻ്റെ കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഇപ്പോഴും കമൻറ്റ് വരുന്ന ഫാമിലിക്ക് നിൽക്കാൻ പറ്റുമോ, ബാച്ചിലേഴ്സിന് പറ്റില്ല കേട്ടോ, ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ പോകാത്ത ആൾക്കാർ പോയി നോക്കുക. എൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാർ മേലെ ഐക്കാർട്ടിൽ കൊടുക്കാം കേട്ടോ, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പോയി നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.